എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും #412man എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ISL ഗെയിമാണ്. അതായത് നമ്മൾ ISL ബാക്കിയുള്ള ടീമിനൊപ്പം കളിക്കാൻ പോവുകയാണ്. അപ്പം ഇത് ഞാൻ ഫിഫയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ടീം, കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പം ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അതായത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇപ്പോൾ എന്ത് ടീമായാലും നമ്മൾ ചൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. അതായത് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ സൈഡിൽ മാർക്കറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ടീം ഹീറോ ISL കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പം ഇങ്ങനെ കൊടുത്ത പ്ലേയേഴ്സിന് കിട്ടും, നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിച്ചുണ്ടാക്കണം നമ്മൾ പ്ലേയേഴ്സിനെ. അപ്പോൾ ഇതിൽ OVR കാണിക്കുന്നത് 52, 65 പക്ഷെ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് 70 ആക്കിയിട്ടുണ്ട്, കാരണം ടീം ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടി. അപ്പം ലെഫ്റ്റ് വിങ്ങിൽ ദാണ്ട സേത്യാസ് സിംഗ്, റൈറ്റ് വിങ്ങിൽ രാഹുൽ KP, സ്ട്രൈക്കറിൽ ഹൂപ്പർ, സെൻട്രൽ മിഡിൽ വിസൻ്റെ ഗോമസ്, അടുത്ത സെൻട്രൽ മിഡിൽ സഹൽ, അടുത്ത സെൻട്രൽ മിഡിൽ ജീക്സൺ, ലെഫ്റ്റ് ബാക്കിൽ കാർണിയറോ, സെൻട്രൽ ബാക്കിൽ ഹക്കു, സെൻട്രൽ ബാക്കിൽ പ്രശാന്ത്, പിന്നെ റൈറ്റ് ബാക്കിൽ നിഷു കുമാർ. അപ്പം സെൻട്രൽ ബാക്കിൽ ഞാൻ പ്രശാന്ത് വെച്ചാൽ 80 മാച്ചിൽ പ്രശാന്ത് റൈറ്റ് ബാക്കിലായിരുന്നു, പിന്നെ ബംഗളൂരുവിനെതിരെ ലെഫ്റ്റ് ബാക്കായിരുന്നു. അപ്പം ഇതിൽ ബാക്കറി കോണയും കോസ്റ്റയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രശാന്തിനെ വെച്ചിരിക്കുന്നത്. ബാക്കറി കോണയും കോസ്റ്റയും കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു, പക്ഷേ അവർ ഈ സീസണിൽ കാണിക്കുന്നില്ല. എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതൊരു മിസ്റ്റേക്കാണ്. അത് മാത്രമല്ല, ഒരുപാട് അതായത് പ്ലേയേഴ്സിനെ സംബന്ധിച്ചോളം ഒരുപാട് ഈ ഫിഫ ഈ വർഷം ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ജോർഡൻ മോരെ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ എ ലീഗിലായിരുന്നു, പക്ഷേ ഈ വർഷം കാണിക്കുന്ന ഓസ്ട്രേലിയൻ എ ലീഗാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞത് മാത്രമല്ല, ഞാൻ നോർത്ത് ഈസ്റ്റ് ഒഡീഷ, അപ്പം അതിൻ്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതാണ് സ്റ്റാർട്ടിങ് ഈ ISL ഞാൻ പറഞ്ഞത്. അപ്പം അതിലാണെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ സൗണ്ട് ഇറിറ്റേഷൻ, നന്നായിട്ട് ഇറിറ്റേഷൻ ആവും. അതായത് ഒരു രസമില്ല കേൾക്കാൻ. അതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തില്ല. അതുകൊണ്ട് ഞാനിത് 3ാമത്തെ മാച്ചായിരിക്കും. അപ്പം ആ 2 സോറി, പക്ഷെ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പം ഇതിലെല്ലാം അതായത് 15 മെഡൽസ്, ഇപ്പം 4 മെഡലായി 15 ആയതൊക്കെ ഇഗോ റാങ്കിലേക്ക് കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം. സീസൺസിൽ നിന്നൊരു ഇവൻ്റ് ഉണ്ട്, അതിൽ ചെന്നാൽ ഡിവിഷൻ 10, അതായത് 10th ഡിവിഷനിൽ ഇതാണ്ട് 3 ലീഗുണ്ട്. അതിൽ 2ാമത്തെ ലീഗാണ് ഹീറോ ISL. അപ്പോൾ ഇതിൽ 50 പോയിൻറ്റ്സ് ആയതാണ് നമുക്ക് സുബ്രത പോളിനെ കിട്ടും. അപ്പോൾ നമുക്ക് കളിക്കാൻ വന്ന ടീംസിൻ്റെ ഒരു സ്കെഡ്യൂളും നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ മാച്ച് തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ കൂടെ അത് നമ്മൾ കളിച്ചു. അത് 5-0 ആയിരുന്നു. ഒഡീഷയുടെ കളിച്ചു 6-0 ആയിരുന്നു. ഇനി അടുത്തത് ചെന്നൈൻ്റെ കൂടെയാണ്. ഞാനൊരു കാര്യം നോക്കാം, അതായത് നിങ്ങൾക്കിപ്പോൾ ബാക്കി 2 മാച്ചും കാണണമെങ്കിൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഈ ഒരു സംഭവം ഇത് അതിൻ്റെ ഓപ്ഷനാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആരീശ്വരി കൊണ്ട് റീസ്റ്റാർട്ട് സീസൺ യു വിൽ ലോസ്, അത് കുഴപ്പമില്ല, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങുകയാണ്, കാരണം നിങ്ങൾക്കത് കാണണമെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മാച്ച് വീണ്ടും നോർത്ത് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയി കാണാം. അപ്പോൾ നമുക്ക് കളിക്കാം. അതായത് ഇപ്പം നിങ്ങൾക്ക് പിന്നെ എല്ലാ മാച്ചും കാണാൻ പറ്റും. ലാസ്റ്റ് പോകുമ്പോൾ സൗണ്ട് ഇറിറ്റേഷൻ വരുന്നതായിരിക്കും, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സൗണ്ട് ഇറിറ്റേഷൻ വരും. നോർത്ത് ഈസ്റ്റ്, ഒഡീഷ, ചെന്നൈ, കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാലോചിച്ച് നോക്കി, കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിക്കുമ്പോൾ. അതിനുശേഷം മുംബൈ, ഹൈദരാബാദ്, ജംഷഡ്പൂർ, FC ഗോവ, ബംഗളൂരു, ATK മോഹൻ ബഗാൻ. അപ്പം അടുത്ത മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൈദരാബാദിൻ്റെ കൂടെയാണ്. ഒരു മികച്ചൊരു വിൻ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ നമുക്കുള്ള ഫാൻസായി ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോകുന്നത്. ഗ്യാരി ഹൂപ്പറൊക്കെ ഫോമിലായ ഗോൾ പിറക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മാച്ച് നോർത്ത് ഈസ്റ്റോട്ട് പോകാം. ഇതിന് മുമ്പേ ടീം ഒന്ന് നോക്കാം. സേത്യാസ് സിംഗ്, അപ്പം ഇത് മതി, ഇത് ഓക്കെയാണ്. നമുക്കപ്പം ഗെയിമിലോട്ട് പോവാം. സിറോഞ്ച യൂസ് ചെയ്യുന്നില്ല, എനിക്ക് അതിലൊരു കൺഫ്യൂഷൻ വെക്കണോ വേണ്ടേ. പിന്നെ വെച്ചാൽ ടീമിലില്ലല്ലോ, ഇപ്പം ഇഞ്ചുറി ആയിട്ട് ഇപ്പം സ്പെയിനിലെ റിക്കവറിയിലാണ്. അപ്പം നമുക്ക് വെക്കണ്ട, അതിലാണ് ഞാൻ ടീമിലോട്ട് പോയത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിഫ ഒരു നല്ലൊരു ഗെയിമാണ്. കഴിഞ്ഞ വർഷം തൊട്ട് കളിക്കാൻ തുടങ്ങി, നല്ലൊരു ഗെയിമാണ്. എനിക്ക് ആദ്യം തൊട്ടൊന്നും കളിക്കാൻ തോന്നിയില്ല, പക്ഷേ പിന്നെ കളിച്ച് വന്നപ്പോൾ നല്ല രസമായിരുന്നു. ഇപ്പോൾ ഇതാണ്ട് നോർത്ത് ഈസ്റ്റിൻ്റെ ലൈനപ്പ്: VP സുയർ, ഗലേഗോ, കമാറ,
ബെഞ്ചമിൻ ലാംബോർട്ട്. അപ്പോൾ നമുക്കാണ് കിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, രാഹുൽ കെ പി ബോൾ എടുത്തിരിക്കുകയാണ്. രാഹുൽ കെ പി റണ്ണാണ്, പക്ഷെ തിരിച്ചത് വിസൻ്റെ ഗോമസിന് കൊടുത്തിരിക്കുന്നു. വിസൻ്റെ ഗോമസ്, സഹൽ അബ്ദുൽ സമദ്. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നാണ് ഈ സീസണിൽ, പക്ഷേ ഈ സീസണിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. സേത്യാസൻ സിംഗിന് കൊടുത്തു, തിരിച്ച് സഹൽ അബ്ദുൽ സമദ്. രാഹുൽ കെ പി തിരിച്ച് ജീക്സൺ സിംഗിന് കൊടുത്തു. വിസൻ്റെ ഗോമസ് ഒരു ഷോട്ട് എടുക്കാനാണ്, ഷോട്ട് ഓഫ്. പക്ഷേ രാഹുൽ കെ പിക്ക് ചാൻസ്. രാഹുൽ കെ പി അല്ല, സോറി, ജീക്സൺ സിംഗ്. 2 ഷോട്ടാണ് അവിടെ സുഭാഷിഷ് റോയ് അത് തടഞ്ഞിരിക്കുന്നത്. സുഭാഷിഷ് റോയ് ഇച്ചിരി മാച്ച് സുഭാഷിഷ് റോയ് ഈ ഒരു സീസണിൽ കിട്ടി, ബാക്കിയൊരു സീസണിലും ബാക്കി ഒരു മാച്ചിനും കിട്ടിയിട്ടില്ല. അവരുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഗോളിയാണ് കളിച്ചിരിക്കുന്നത്. ഇവിടെ നോർത്ത് ഈസ്റ്റ് ഒരു കൗണ്ടർ അറ്റാക്കാണ്, പക്ഷെ നമ്മളത് ക്ലിയർ ചെയ്തു. ജീക്സൺ സിംഗ്, വിസൻ്റെ ഗോമസ്. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൗണ്ടർ അറ്റാക്കാണ്. ഇവിടെ സേത്യാസൻ സിംഗ്. നല്ലൊരു ചാൻസാണ് സേത്യാസൻ സിംഗിന്. സേത്യാസൻ സിംഗ്, യെസ്, സേത്യാസൻ സിംഗ്. നല്ലൊരു പാസ്, നല്ല റണ്ണും കൂടെയാണ്. അത് പാസ് കൊടുക്കാതെ നേരെ അങ്ങ് ചെന്ന് അടിച്ചിരിക്കുകയാണ് സേത്യാസൻ സിംഗ്. ലുക്ക് അറ്റ് ദാറ്റ് ഗോൾ, അത് കണ്ടു നോക്ക്. മാത്രമല്ല സേത്യാസൻ സിംഗ് അത് ബംഗളൂരു ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായത്, അതിൽ 2-2 ആയിരുന്നു. നമ്മൾ ആദ്യം അടിച്ചു തുടങ്ങി, എന്നിട്ട് ബംഗളൂരു ഡ്രോ ആക്കി. അതിൽ 1 ഗോൾ സേത്യാസൻ സിംഗിൻ്റെ ആയിരുന്നു. അപ്പം സേത്യാസൻ സിംഗ് അത് മാത്രമല്ല ഇച്ചിരി മാച്ച് കളിക്കാൻ ചാൻസും കിട്ടിയിട്ടുള്ളൂ. നല്ലൊരു പ്ലെയറാണ്. ഇനിയുള്ള മാച്ചിൽ കളിക്കാൻ അവസരം കിട്ടുന്ന ആശംസയുണ്ട്. കളിയിൽ നമുക്ക് പോവാം. വീണ്ടും സേത്യാസൻ സിംഗ്. സേത്യാസൻ സിംഗ് അത് എടുക്കുന്നതിന് മുന്നേ അത് സുഭാഷിഷ് റോയ് വന്നു. ഞാൻ ഒരു ഷോട്ടിന് കൊടുത്തു, പക്ഷേ അത് പ്രശാന്ത് അത് വിട്ടുകൊടുത്തില്ല. വിഷുകുമാർ ഓട്ടമാണത് പ്രധാനമുണ്ട്. വിഷുകുമാർ ഒരു ക്രോസ് ആയിരിക്കും. ഹൂപ്പർ യെസ്, സൂപ്പർ ഹൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ ഹൂപ്പർ അവിടെ ഉണ്ട്. ഹൂപ്പർ ഇപ്പോൾ ഗോൾ. ലുക്ക് അറ്റ് ദ സെലിബ്രേഷൻ, ആരോ ആണ് സെലിബ്രേഷൻ. പിന്നെ ഇതിൽ എല്ലാവരുടെയും ഫേസ് ഒന്നും കറക്റ്റ് അല്ല. അതായത് ഹൂപ്പറിൻ്റെ ഒക്കെ ആണെങ്കിൽ ബാക്ക് പോസ്റ്റർ, അതായത് ബോഡി പോസ്റ്ററും പിന്നെ ഈ ബാക്ക് 88 കാണിച്ചിരിക്കുന്നത്, അതൊക്കെ ആണെങ്കിൽ കറക്റ്റാണ് കണ്ട ഹൂപ്പറിന്. പക്ഷേ ഫേസ് ഒന്നും കറക്റ്റ് അല്ല. സേത്യാസൻ ജസൽ ഇവരൊക്കെ കറക്റ്റാണ്. വി പി സുയറിൻ്റെ ഒരു ചാലഞ്ച് ആയിരുന്നു ഇത് ഹൂപ്പറിനോടൊപ്പം. വി പി സുയർ വിട്ടുകൊടുക്കുന്നില്ല. അത് ഹക്കു ക്ലിയർ ചെയ്യുകയാണ്. പ്രശാന്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ബോൾ. ജീക്സൺ സിംഗ്, സഹൽ അബ്ദുൽ സമദ്, സേത്യാസൻ സിംഗ്. അപ്പോൾ അത് ഹാഫ് ടൈം ആയിരിക്കുകയാണ്. പിന്നെ ഇതിൽ ജേഴ്സി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ഉണ്ട്, പക്ഷെ അതിൽ ഈ ഒരു സീസൺ സെൻറ്റർ ഈവൻ ലാസ്റ്റ് മാച്ച് ആകുമ്പോഴേ കളിക്കാൻ പറ്റുമെന്നാണ്, അങ്ങനെയാണെന്നാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ഉണ്ട്, പക്ഷെ അത് ഈ ഒരു മാച്ചിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് ഇടാൻ പറ്റുന്നില്ല. പക്ഷെ അത് ഹൂപ്പറിൻ്റെ ഗോൾ. ജേഴ്സി ഇടിയും കുഴപ്പമില്ല മോനെ, നമ്മൾ ഗോൾ അടിച്ചാൽ മതി. യെസ്, ഇത് ഈ ഒരു ഇത് ഫിഫയുടെ ജേഴ്സിയാണ്, പക്ഷെ നമുക്കത് 3rd കിറ്റായിട്ട് കാണാം. ഒരു മാസീവ് ഗോൾ തന്നെയായിരുന്നു അത്. വീണ്ടും വിസൻ്റെ ഗോമസ് പിടിച്ചിരിക്കുകയാണ്. രാഹുൽ കെ പി ചിപ്പിംഗ് ഗോൾ. വിസൻ്റെ ഗോമസ് പോസ്റ്റ് തട്ടി പോയിരിക്കുകയാണ്. പക്ഷെ വീണ്ടും രാഹുൽ കെ പി അത് ഒരു നിരാശയിൽ അത് വിട്ടുകൊടുക്കുന്നില്ല. അത് സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് സ്റ്റോട്ട് എടുത്തു. പക്ഷെ അത് സുഭാഷിഷ് റോയ് ഒരു അപകടം സൃഷ്ടിക്കാതെ അവിടെ പിടിച്ചിരിക്കുകയാണ്. വീണ്ടും രാഹുൽ കെ പി ഒരു ഷോട്ട്, പക്ഷെ വീണ്ടും അവിടെ സുഭാഷിഷ് റോയ് ബാക്ക് ടു ബാക്ക് സേവ്സ് ആണ്. വിസൻ്റെ ഗോമസ് ഇവിടെ കോർണർ എടുക്കുകയാണ്. അബ്രോക്കൂടെ ഒരു പൈസ കിട്ടിക്കണ്ടെന്ന് തോന്നുന്നു. അക്കോടെ ആദ്യത്തെ ഗോൾ, സീസണിലെ ആദ്യത്തെ ഗോൾ. അപ്പോൾ നിങ്ങൾ വീണ്ടും റീപ്ലേ കണ്ടു നോക്കുക. സൈഡിന്